തെങ്ങിൻ്റെ മൊച്ചിങ്ങ വീഴുന്ന പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ മണ്ണിലൊക്കെ ഇപ്പോൾ കാണുന്നത് സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് വലിയ തോതിൽ കാണുന്നു. ഞാനിപ്പോൾ വായൂർ കൃഷി ഓഫീസറാണ്. നമ്മളിപ്പോൾ ഒരു NMS പദ്ധതിയുടെ ഭാഗമായിട്ട് വായൂരിന് ഏകദേശം ഒരു 100ഓളം റാൻഡമായിട്ടുള്ള പഞ്ചായത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചിട്ട് എല്ലാ സാമ്പിളിലും കോമൺ ആയിട്ട് ബോറോൺ ഡെഫിഷ്യൻസി കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ബോറോൺ ഡെഫിഷ്യൻസി നമ്മൾ ഈ തെങ്ങിലൊക്കെ മുച്ചിങ്ങ കൊഴിച്ചിലിന് വലിയ തോതിൽ കാരണമാകുന്നതാണ്. സൂക്ഷ്മ മൂലകമാണ്, വളരെ കുറഞ്ഞ അളവിലാണ് വേണ്ടത്. പക്ഷേ ആ കുറഞ്ഞ അളവിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തെങ്ങിന് പരിപൂർണമായിട്ടും തേങ്ങയ്ക്ക് പരിപൂർണ്ണ വളർച്ച എത്താൻ സംഭവിക്കാതെ ഇമ്മച്ചുവറായിട്ടുള്ള പരിപൂർണമായിട്ട് മൊച്ചിങ്ങ സ്റ്റേജിൽ തന്നെ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് മെയിനായിട്ട് ഉണ്ടാകുന്നത് ഈ ബോറോൺ പോലെയുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് കാരണമാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഏറ്റവും നല്ലത് അതറിയാൻ, വ്യക്തമായിട്ട് കാരണം അറിയാൻ നമ്മൾ ആദ്യം മണ്ണ് പരിശോധന നടത്തിയതിന് ശേഷമാണ് ഇത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് കൃഷി വകുപ്പ് വഴി വ്യത്യസ്ത സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ ജില്ലകളിലും മണ്ണ് പരിശോധനാ കേന്ദ്രമുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബ്, സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ കേന്ദ്രമുണ്ട്. അത് നമ്മളെ കൃഷിഭവനുകളിലെല്ലാം വ്യത്യസ്ത സമയങ്ങളിലെ ക്യാമ്പയിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരാറുണ്ട്. ആ സമയത്ത് നിങ്ങൾ സാമ്പിൾ എത്തിച്ചു കൊടുത്താൽ NPK പരിശോധിക്കും. പിന്നെ അതുപോലെ കൃഷിഭവൻ്റെ ശുപാർശയോട് കൂടിയിട്ടാണെങ്കിൽ നേരിട്ട് നമ്മളുടെ മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങളിൽ, ജില്ലാ മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങൾ വഴിയും നമുക്ക് നടത്താൻ പറ്റും. മലപ്പുറം ജില്ലയുടെ മണ്ണ് പരിശോധനാ കേന്ദ്രം സിവിൽ സ്റ്റേഷനോട് ഉള്ളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ കൃഷിഭവൻ്റെ ഒരു ലെറ്റർ കൂടി ഉണ്ടെങ്കിൽ കർഷകർക്ക് അവിടുന്ന് സൗജന്യമായിട്ട് പരിശോധിക്കാം. അതുപോലെ മൈക്രോ ന്യൂട്രിയൻറ്റ് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ബോറോൺ, കാൽഷ്യം പോലെയുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെ പര്യാപ്തതയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മളുടെ CPCRI, സെൻട്രൽ നമ്മൾ കാസർഗോഡുള്ള CPCRI ആണ് നമ്മൾ കോക്കനട്ടിലെല്ലാം ഗവേഷണം നടത്തുന്ന സെൻട്രൽ ഗവൺമെൻറ് ആധികാരിക സ്ഥാപനം. അപ്പോൾ അവർ തന്നെ റിലീസ് ചെയ്തിട്ടുള്ള കൽപ്പവർദ്ധിനി പോലെയുള്ള, അപ്പോൾ ഇത് കൽപ്പവർദ്ധിനിയാണ്. ഇത് വ്യത്യസ്ത കമ്പനികൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ കൽപ്പവർദ്ധിനി പണ്ട് നമ്മളുടെ CPCRIയിൽ മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഈ ടെക്നോളജി എടുത്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള കമ്പനികൾ നമ്മുടെ വളക്കടകൾ വഴിയെല്ലാം വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഈ മണ്ണ് പരിശോധനയിൽ ബോറോണിൻ്റെ അപര്യാപ്തത കണ്ടെത്തിയാൽ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. ഒന്നുകിൽ ഒരു 100-120 ഗ്രാം വരെ 3 മാസത്തിലൊരിക്കൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 250 ഗ്രാം എന്ന തോതിൽ 2 തവണ ഇട്ട് കൊടുക്കുന്ന രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് രാസവളത്തിൻ്റെ കൂടെ ഇടാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും വളം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കുമ്മായം, തെങ്ങിന് വളം ചെയ്യുമ്പോൾ ആദ്യം കുമ്മായം കൊടുക്കുക. ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ജൈവവളമായാലും രാസവളമായാലും കൊടുക്കുക. ശേഷം അതുമായിട്ട് ഒരാഴ്ചയെങ്കിലും ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മൾ ഈ പറയുന്ന സൂക്ഷ്മമൂലകം അപ്ലൈ ചെയ്യാൻ. ഒരിക്കലും രാസവളത്തിൻ്റെ കൂടെ നമ്മുടെ സൂക്ഷ്മമൂലക വളങ്ങൾ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ചില കർഷകരൊക്കെ ജൈവവളത്തിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുന്ന രീതി കണ്ടുവരുന്നുണ്ട്. രാസവളത്തിൻ്റെ കൂടെ അപ്ലൈ ചെയ്യുമ്പം അത് പല രീതിയിലും നമ്മൾ ഈ കൊടുക്കുന്ന സാധനത്തിന് രാസവളം കൊടുത്ത നമ്മളെ NPK മിക്സ്ചേഴ്സും ഇതുമായിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് അത് അവൈലബിൾ അല്ലാത്ത ഫോമിലോട്ടായി മാറാനും ചാൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യരുത്. ഒരു ആഴ്ചയെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വാഴയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ സൂക്ഷ്മമൂലകത്തിൻ്റെ കുറവുണ്ട്, കാൽഷ്യത്തിൻ്റെയും ബോറോണിൻ്റെ ഒക്കെ കുറവുണ്ട്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. വിളവിൽ കുറവ് വരുന്നുണ്ട്, നമ്മളുടെ ഇലയുടെ പച്ചപ്പ് കുറയുന്നുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഈ സൂക്ഷ്മമൂലകങ്ങളുടെ കുറവ് കൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ തന്നെ വ്യത്യസ്ത പ്രോഡക്റ്റ്, നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ അയർ എന്ന് പറയുന്ന മണ്ണിൽ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് നമുക്ക് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ ഉള്ളതാണ് സമ്പൂർണ്ണ എന്ന് പറയുന്ന സൂക്ഷ്മമൂലക കൂട്ടുണ്ട്. ബനാനക്ക് സ്പെഷ്യൽ ഉണ്ട്, അതുപോലെ പച്ചക്കറിക്കുണ്ട്, നെല്ലിനൊക്കെ സമ്പൂർണ്ണ വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ കണ്ണൂർ KVK ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള മൈക്രോസോളും ഉണ്ട്. അതും ഇതിൽ കുറച്ച് ഹ്യൂമിക് ആസിഡ് പോലെ, ഈ മൈക്രോന്യൂട്രിയൻ്റെ കൂടെ തന്നെ ഹ്യൂമിക് ആസിഡ് പോലെയുള്ള സംഭവങ്ങളുടെ കുറച്ച് കണ്ടൻറ്റ് കൂടി വരുന്നതുകൊണ്ട് കുറച്ചുകൂടി ഉപയോഗപ്രദമായിരിക്കും. ഈ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം. കാരണം മേൽമണ്ണ് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം സൂക്ഷ്മമൂലകങ്ങളുടെ വലിയ തോതിലുള്ള കുറവ് കാണുന്നുണ്ട്. അപ്പോൾ കുമ്മായിട എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അളവ്? ഒരു തെങ്ങിന് എത്രയാണ് കുമ്മായിട? നമ്മളുടെ തെങ്ങിൻ്റെ പ്രായം അനുസരിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അത് ഏറ്റവും നല്ലത് നിങ്ങളുടെ തെങ്ങിൻ്റെ പ്രായവും അവിടുത്തെ pH നോക്കണം. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് ഈ സോയിൽ ടെസ്റ്റിംഗ് ചെയ്യണം. അത് കൃത്യസമയത്ത് തന്നെ സോയിൽ ടെസ്റ്റിംഗ് ചെയ്ത് അതിലെ pH എത്രയാണോ വ്യത്യാസം വരുന്നത് അതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ pH ആയിരിക്കും.
ആ പി എച്ച് നമ്മൾ ന്യൂട്രൽ പി എച്ചിലോട്ട് മാക്സിമം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അളവ് നോക്കിയിട്ടാണ് നമ്മൾ ഈ സോയിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ശുപാർശയും തരും, എത്ര കുമ്മായം തരണം, ഒരു വിള ഏത് വിളയാണ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സോയിൽ ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ തന്നെ നമുക്ക് ഓരോ മൂലകങ്ങൾ എത്ര കൊടുക്കണം, ഓരോ വളങ്ങൾ ഏത് രീതി കൊടുക്കണം, കുമ്മായം എത്ര കൊടുക്കണം എന്നുള്ള ശുപാർശയോടുകൂടി സഹിതമാണ് തരിക. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത്. നമ്മൾ കുമ്മായം കൊടുക്കുന്നതിൻ്റെ ബേസിക് എയിം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പുളിപ്പ് pH റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. നമ്മളിവിടെ ഉള്ളതെല്ലാം അസിഡിക് സോയിലാണ്, ഏകദേശം ഒരു 4 to 5 to 6 ആ ഒരു റേഞ്ചിലാണ്, മാക്സിമം 6ൻ്റെ ഉള്ളിൽ താഴോട്ടായിട്ടാണ് എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ അത് നമുക്കൊരു 7ൻ്റെ അടുത്തെങ്കിലും എത്തിച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വളങ്ങൾ നല്ല രീതിയിൽ തെങ്ങിനായാലും മറ്റ് ഫലവൃക്ഷങ്ങൾക്കായാലും നല്ല രീതിയിൽ ഉപയുക്തമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കുമ്മായം, ചില സമയത്ത് കർഷകർ ഒരുമിച്ച് പണി കുറക്കാൻ വേണ്ടിയിട്ട് ഈ കുമ്മായവും അതുപോലെ തന്നെ വളങ്ങളും ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നത്. അത് ശരിക്കും നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുക. നമ്മളിട്ട രണ്ടിനും അതിൻ്റെ റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഈ 2 ആഴ്ച ഗ്യാപ്പ് എന്ന് പറയുന്നത് ആ സമയം കൊണ്ടാണ് മണ്ണിൽ ഇത് നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് ശേഷം നമ്മൾ വളം കൊടുക്കുമ്പോൾ മാത്രമേ നമ്മളെ തെങ്ങായാലും മറ്റു ഫലവൃക്ഷങ്ങളായാലും ഇത് നല്ല രീതിയിൽ മണ്ണിൽ ഫലവൃക്ഷങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ആഴ്ചയെങ്കിലും ഗ്യാപ്പ് വേണം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് മഴക്കാലത്താണോ ഇത് ചെയ്യാൻ നല്ലത്? നമ്മൾ വളം ചെയ്യാൻ എപ്പോഴും നല്ലത് എന്ന് പറയുന്നത് 2 രീതിയിലാണ്, 2 സമയത്തായിട്ടാണ് പൊതുവെ വളം ചെയ്യാൻ നമ്മൾ പറയുക. ഈ നമ്മളെ തെങ്ങ് പോലെയുള്ള ദീർഘകാല വിളകൾക്ക് മെയിൻ സമയം എന്ന് പറഞ്ഞാൽ മെയ് ജൂൺ സമയം, നമ്മൾ ആദ്യം മഴ തുടങ്ങുന്ന ആ ഒരു സമയം, ആ സമയമാണ്. ആ സമയത്ത് നമ്മളെ ശുപാർശ ഉണ്ടാവും ഓരോ വൃക്ഷങ്ങൾക്കും അല്ലെങ്കിൽ തെങ്ങിനൊക്കെ ഇത്ര വളം വേണമെന്നുള്ള നമ്മളെ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ഉള്ള ശുപാർശയുണ്ട്. അപ്പോൾ അതിൻ്റെ 3/1 മെയ് ജൂൺ സമയങ്ങളിലും ബാക്കി 3/2 നല്ലൊരു ശതമാനം ഭാഗവും അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബറാണ്. നമുക്കൊരു ഇപ്പോൾ ഈ മെയ് ജൂൺ സമയത്ത് മഴ പറഞ്ഞാൽ അതിതീവ്രമായിട്ടുള്ള മഴയായിരിക്കും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതൊക്കെ മണ്ണിൽ അതുപോലെ നിൽക്കണം എന്നില്ല. അപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് നമ്മൾ 3/2 ഭാഗവും ബാക്കി രാസവളം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 2 തവണയും വളം അപ്ലൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് 2 ആഴ്ച മുമ്പായിട്ട് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് പോലെയുള്ളത് ഇട്ട് കൊടുക്കാവുന്നതാണ്.